MLA ആയി തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പാലക്കാടേക്ക് വരേണ്ടി വരുമല്ലോ. ഔദ്യോഗികമല്ലാത്ത പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്താൽ ഡിവൈഎഫ്ഐക്കോ അല്ലെങ്കിൽ CPM-നോ മറ്റാർക്കെങ്കിലുമോ പ്രതിഷേധിക്കാൻ കഴിയുമോ? ഔദ്യോഗിക പരിപാടി അല്ലാത്ത പരിപാടിക്ക് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പരിപാടിയല്ലേ. കോൺഗ്രസിന്റെ പരിപാടി പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ പുറത്താക്കിയ ഒരാള് പിന്നെ കോൺഗ്രസിന്റെ പരിപാടി പങ്കെടുക്കാൻ വരേണ്ടതില്ലല്ലോ സാധാരണഗതിയിൽ. പിന്നെ അതൊക്കെ അവരുടെ പാർട്ടിയുടെ വിഷയം. ഹലോ, അല്ല, കോൺഗ്രസിന്റെ പരിപാടി ഡയറക്റ്റ് ആയിട്ട് കോൺഗ്രസിന്റെ പരിപാടി അല്ലാതെ അതിന്റെ ഈ കോൺഗ്രസ് അനുഭാവികളുടെ പങ്കെടുക്കുന്ന സ്ഥിതി ഉണ്ടായാൽ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ബഹിഷ്കരിക്കും അല്ലെങ്കിൽ തടയും എന്നുള്ളത്. അപ്പോ ഡിവൈഎഫ്ഐ സാധാരണഗതിയിൽ അത്തരമൊരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ, അതുമല്ല ഇത്രയധികം കേരളമാകെ ഈ വിഷയത്തിൽ വൈകാരികമായും പ്രകോപനപരമായും ചർച്ച ചെയ്തൊരു വിഷയം രണ്ടു തരത്തിലും ഉണ്ടല്ലോ. അപ്പോ അത് അങ്ങനെയുള്ള ഒരാള് ഇനി ജനങ്ങളുടെ ഇടയിലും മറ്റൊക്കെ വരുന്നത് ഒന്നാമത് വ്യക്തിപരമായി തന്നെ ആ കാര്യത്തിലൊരു തീരുമാനം എടുത്താൽ അയാൾക്ക് നല്ലത്. അല്ലാതിരുന്നാൽ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങും. അല്ല, അപ്പോ ജില്ലാ സെക്രട്ടറി പറയുന്നത് രാഹുൽ പാലക്കാട്ടേക്ക് വന്നാൽ തടയും എന്നാണ് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ. അതായത് ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കരുത്, അത് ഗുണമല്ല. കാരണം ഇങ്ങനെ ഒരു നാറിയെ പാലക്കാട് കാര്യമില്ല എന്നുള്ളത് ഒരു വികാരമായി അദ്ദേഹത്തിന്റെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട് തോന്നുന്നു. ടെലിഫോൺ ലൈൻ കട്ടായി. എന്തായാലും മനസ്സിലാക്കേണ്ടത് CPM-ന്റെ നിലപാട് വളരെ ശക്തമാണ്. രാഹുൽ പാലക്കാട് എത്തിയാൽ തടയും എന്ന് തന്നെയാണ് EN സുരേഷ് ബാബു CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. വലിയ പ്രതിഷേധങ്ങൾക്ക് നടുവിലേക്കായിരിക്കും സ്വാഭാവികമായിട്ടും രാഹുൽ പാലക്കാടേക്ക് പോവുകയാണെങ്കിൽ എത്തുക. അതേസമയം MLA പൂർണ്ണമായും മണ്ഡലത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ MLA ഇല്ലാത്ത അവസ്ഥ എന്നുള്ള കാര്യം തന്നെയാകും അവിടെ ഉണ്ടാവുക. സ്വാഭാവികമായും കാര്യങ്ങൾ കുഴഞ്ഞു പറയും. കോൺഗ്രസ് അത് നേരിട്ട് ഏറ്റെടുക്കാനുള്ള സാധ്യതയില്ല. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയതാണ്. അതുകൊണ്ട് നേരിട്ട് കോൺഗ്രസിന്റെ പരിപാടി സംഘടിപ്പിക്കാനും കഴിയില്ല.